എന്താ സ്വർഗം? എന്താ? നമുക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള അറിവെന്താ? നമ്മൾ ആരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ? നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് സ്വർഗം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പോലും സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് നീ കൂടുതൽ ചിന്തിച്ചാൽ മനസ്സിലാവില്ല എന്നാ. നിന്റെ ബുദ്ധികൾക്കപ്പുറമാണ് അള്ളാഹുവിൻ്റെ സ്വർഗം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുക എന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ വലിയ പ്രയാസവും കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും വേദനയും പ്രതിസന്ധികളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മളോട് ചോദിച്ചത്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ എന്ന് അല്ലാഹു വെച്ചേ. എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന സ്വർഗം, ആ സ്വർഗം ഓസിന് കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? അല്ല പറഞ്ഞു, ഇല്ല, വെറുതെ കിട്ടൂല സ്വർഗം. ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖവും ദുരിതവും വേദനയും പ്രയാസവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരൊക്കെ അനുഭവിച്ചത് നമ്മളും കുറച്ചൊക്കെ അനുഭവിച്ചാലേ നമുക്കും സ്വർഗം കിട്ടൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകനാണ് ഇദ്രീസ് നബി. ഇദ്രീസ് നബി എവിടെയാണ് ജീവിച്ചിരിക്കുന്നത്? ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരുണ്ട്. ഒന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇവർ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലാണ്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലാണ് ഈ രണ്ട് പ്രവാചകന്മാരും ജീവിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇദ്രീസ് നബി എങ്ങനെയാണ് സ്വർഗത്തിൽ പോയത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ചരിത്രം വായിച്ചു നോക്കണം. എങ്ങനെയാണ് ഇദ്രീസ് നബി സ്വർഗത്തിൽ പോയത്? അവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട്, ഇദ്രീസ് നബി അലിഹിസ്സലാമും അസ്രായിൽ അലിഹിസ്സലാമും തമ്മിൽ ഒരു കൂട്ടുകാരെ പോലെയായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ വരും അസ്രായിൽ അലിഹിസ്സലാം. അള്ളാഹു നമുക്കും കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തേപ്പോ ആമീൻ പറയാനൊരു മടി? അള്ളാഹു അസ്രായിലിനെ കാണാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചോദിക്കും, സിറാജ് ഉസ്താദ്, റൂഹ് പിടിക്കാനല്ലേ ആ ചങ്ങാതി വരുന്നേ? അപ്പോൾ പേടി, റൂഹ് പിടിക്കാനൊന്നുമല്ല. നിങ്ങൾക്ക് അസ്രായിലിനെ കാണണോ? നാളെ കാണണോ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ നാളെ സുബഹി നിസ്കരിക്കാൻ വന്നാൽ മതി. എല്ലാവരും വീട്ടിൽ നിന്ന് ഒതുവൊക്കെ എടുത്ത് സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ ആ പള്ളിയുടെ കവാടത്തിൽ, ആ പള്ളിയുടെ കവാടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ പള്ളിയുടെ വാതിലിൽ നിൽക്കുമെന്ന അസ്രായിൽ അലൈഹിസ്സലാം ചിരിക്കുന്ന മുഖത്തോടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യും അസ്രായിൽ അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷേ നമുക്ക് കാണാൻ കഴിയാത്തത് ആരുടെ കുഴപ്പം? നമ്മുടെ കുഴപ്പം. നമ്മുടെ റൂഹ് പിടിക്കാൻ വരുന്ന അതേ രൂപത്തിൽ നല്ല വസ്ത്രം ധരിച്ച് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവരെ മുസാഫഹത്ത് ചെയ്യാൻ 5 വഖത്ത് നിസ്കാരത്തിൻ്റെ സമയത്തും പള്ളിയുടെ വാതിലിൽ അസ്രായിൽ അലൈഹിസ്സലാം നിൽക്കുന്നുണ്ട്. കാണാൻ കഴിയാത്തത് സിറാജിൻ്റെ പോരായ്മ, കാണാൻ കഴിയാത്തത് നിങ്ങളുടെ പോരായ്മ. അത് കാണേണ്ട സമയമാകുമ്പോൾ അള്ളാഹു കാണിച്ചു തരും. ഈ കണ്ണങ്ങട്ട് തുറക്കും. കണ്ണങ്ങട്ട് നല്ലതുപോലെ തുറന്നാൽ നമുക്ക് കാണാൻ പറ്റാത്ത പലതങ്ങട്ട് കാണാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ സദസ്സ്, ഇതിൻ്റെ ചുറ്റുഭാഗം മുഴുവനും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാര് കാത്തു നിൽക്കുകയാ. ഇവിടെ റഹ്മത്ത് ഇറങ്ങുന്നുണ്ട്, ഇവിടെ അനുഗ്രഹം ഇറങ്ങുന്നുണ്ട്, ഇവിടെ കാരുണ്യം ഇറങ്ങുന്നുണ്ട്, ഇവിടെ ഐശ്വര്യം ഇറങ്ങുന്നുണ്ട്. അള്ളാഹു നമുക്കതൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇദ്രീസ് നബി അലിഹിസ്സലാമും അസ്രായിൽ അലിഹിസ്സലാമും തമ്മിൽ വലിയൊരു കൂട്ടുബന്ധം, ഒരു സൗഹാർദ്ദമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരും. ഒരിക്കൽ വന്നപ്പോൾ ചോദിച്ചു, അസ്രായിലെ, മരണത്തിന് വലിയ വേദനയാണെന്ന് പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട് മരണത്തിന് വലിയ വേദനയാണ്. ആ മരണത്തിൻ്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? എന്നെ ഒന്ന് മരിപ്പിക്കുമോ? എന്നെ മരിപ്പിച്ചിട്ട് ജീവൻ ഇങ്ങ് തിരിച്ചു തന്നാൽ മതി. അപ്പോൾ ഈ മരണത്തിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാകും. എനിക്കൊന്ന് ഒരുങ്ങാൻ വേണ്ടിയാ. അസ്രായിൽ അലിഹിസ്സലാമിനോടൊരാഗ്രഹം പറഞ്ഞപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ, ഇദ്രീസ് നബി ഇങ്ങനൊരു അഭിപ്രായം പറയുന്നു, എന്ത് ചെയ്യണം പടച്ചോനെ? അള്ളാഹു പറഞ്ഞു, ആഗ്രഹമല്ലേ, സാധിപ്പിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചു, മരണത്തിൻ്റെ വേദന അനുഭവിച്ചു, റൂഹ് തിരിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് നബിയെ? വല്ലാത്ത കഷ്ടം, വല്ലാത്ത പ്രയാസം, വല്ലാത്ത വേദന.
അങ്ങനെ മരണം കഴിഞ്ഞു. ഇദ്രീസ് നബി അലൈഹി സ്വലാം അസ്രായിൽ അലൈഹി സ്വലാമിനോട് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, രണ്ടാമതൊരാഗ്രഹമുണ്ട്. എന്താ? അള്ളാഹുവിൻ്റെ അദാബ് കൊണ്ട് നിറച്ച നരകം അതെനിക്കൊന്ന് കാണണം, ഒന്ന് കാണിച്ചു തരുമോ? അള്ളാഹിനോട് അനുവാദം ചോദിച്ചു. അള്ളാഹു പറഞ്ഞു കാണിച്ചു കൊടുക്കാൻ. ഇദ്രീസ് നബി കാണണം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ സ്വർഗം കൂടെ എന്നെ ഒന്ന് കാണിച്ചു തരണം. ഇദ്രീസ് നബിയുടെ അവസാനത്തെ ആഗ്രഹമാണല്ലോ. അസ്രായിൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. അവിടെ നിന്ന് പടച്ചറബ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്രീസ് നബിയും അസ്രായിൽ അലൈഹിസ്സലാമും കൂടെ സ്വർഗത്തിൻ്റെ മുന്നിലെത്തി. അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഈ കാണുന്നതാണ് സ്വർഗം, കയറി കണ്ടിട്ട് പെട്ടെന്നിറങ്ങി വന്നേക്കണം. എന്താ പറഞ്ഞേ? കയറി കണ്ടിട്ട് പെട്ടെന്നിറങ്ങി വരണം, ഞാനിവിടെ നിന്നോളാം. കയറ്റി വിട്ടു. ഇദ്രീസ് നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടക്കുക. സ്വർഗത്തിലെ കൊട്ടാരം, അരുവികൾ, പഴങ്ങൾ, അള്ളാഹുവെ പദവികൾ, ഇങ്ങനെ എല്ലാം നടന്ന് 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 കാണുക. അസ്രായിൽ അലൈഹിസ്സലാം ക്ഷമയോടുകൂടി നിൽക്കുക. അവസാനം കുറേ കഴിഞ്ഞു. ഇദ്രീസ് നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നില്ല. അസ്രായിൽ വിളിച്ചു, വാനബിയെ ഇറങ്ങി. ഞാൻ വരൂല. എന്താ പറഞ്ഞേ? ഞാൻ വരൂല. അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, വാനബിയെ, ഞാൻ വരൂല. അസ്രായിൽ അലൈഹിസ്സലാം വിളിക്കുന്നു. ഇദ്രീസ് നബി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. രണ്ടുപേരും തമ്മിൽ തർക്കമായി. വാക്ക് പറഞ്ഞിട്ട് കയറിയതല്ലേ, ഇറങ്ങി വരണില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു. എന്താപ്പാ, ഒന്ന് പോയിട്ട് ആ വിഷയം ഒന്ന് പരിഹരിക്ക്. ഒരു മലക്ക് വന്നിട്ട് അസ്രായിൽ അലൈഹിസ്സലാമിനോട് കാര്യങ്ങളൊക്കെ തിരക്കി പറഞ്ഞു കൊടുത്തു. എൻ്റെ പൊന്നു മലക്ക്, ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ചങ്ങാതി കയറിയിരിക്കണേ, ഇറങ്ങി വരുന്നില്ല. അസ്രായിൽ അലൈഹിസ്സലാമിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കിലേക്ക് മലക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്തപ്പാ ഇറങ്ങി വരാത്തെ? നിങ്ങൾ പറഞ്ഞിട്ട് കയറിയതല്ലേ, എന്തു പറ്റി? ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ 3 മറുപടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. അവിടെ നിന്ന് മുത്തുനബി പറഞ്ഞു തരുന്നുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു 3 മറുപടികളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, എല്ലാവരും മരണത്തിൻ്റെ രുചി അനുഭവിക്കും. മരണത്തിനൊരു രുചിയുണ്ട്, ഒരു വേദനയുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിൻ്റെ വേദന അനുഭവിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. ഒരാൾ ഒരു വട്ടമേ മരിക്കത്തുള്ളൂ. ആ മരണത്തിൻ്റെ വേദന എന്താണെന്ന് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഒരാൾ ഒരിക്കലല്ലേ മരിക്കൂ, 2 വട്ടം മരിക്കത്തില്ലല്ലോ. അല്ല പറഞ്ഞു അനുഭവിക്കുമെന്ന് ഞാൻ അനുഭവിച്ചു. 2, അള്ളാഹു പറഞ്ഞു എല്ലാവരും അവരവരുടെ കണ്ണുകൾ കൊണ്ട് നരകം കാണുമെന്ന് അള്ളാഹു പറഞ്ഞു. ഞാൻ നരകവും കണ്ടു, എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നില്ലേ, ഞാൻ നരകം കണ്ടു. 3-മതായിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ കയറിയ ഒരാളെ അള്ളാഹു പുറത്താക്കാറില്ല. അതുകൊണ്ട് ഇനി അല്ല എന്നെ ഇവിടെ നിറക്കി വിടാതെ ഞാൻ വരില്ല. ഇനി എന്നെ അള്ളാഹു ഇവിടെ നിന്ന് ഇറക്കി വിടണം, ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരില്ല എന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിൻ്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, വിട്ടേക്കാൻ പറഞ്ഞു, അവിടെ തന്നെ നിൽക്കട്ടെ, നീ നിൻ്റെ കാര്യം നോക്ക്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു പ്രവാചകൻ സ്വർഗത്തിൽ കയറിപ്പറ്റിയ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. ഇത് ചിരിക്കാനുള്ളതല്ല, ഇതിനകത്ത് പഠിക്കാൻ വലിയ ഒരു പാഠമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് സ്വർഗം. ഈ സ്വർഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി കണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വർഗത്തിലൂടെ നടന്നു. സ്വർഗത്തിലെ അരുവികൾ, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ, സ്വർഗത്തിലെ പഴങ്ങൾ, സ്വർഗത്തിലെ പദവികൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ടു. എന്നിട്ട് മുത്തുനബി തിരിച്ചിറങ്ങി വന്നു, അവിടെ നിന്നില്ല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് നമുക്ക് പറഞ്ഞു തന്നു, ഇതാണ് സ്വർഗം. ആ സ്വർഗം ഇതാണെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക്, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു ആഗ്രഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന അറിവ് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് പോലും അള്ളാഹുവെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്ന അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സ്വർഗത്തിൽ പോകാൻ സിറാജിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ആ സ്വർഗത്തിലേക്ക് ഒരു സ്വർഗമല്ലേ ഉള്ളൂ. ആ സ്വർഗം തുറക്കുന്നത് മുത്തുനബിയാണ്. മുത്തുനബിയുടെ സഹാബത്ത്, താബീങ്ങൾ, തബഉ താബീങ്ങൾ, ഇമാമുമാർ, ഔലിയാക്കന്മാർ, മഹാന്മാർ, ആലിമീങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരൊക്കെ കിടക്കുന്ന ഈ സ്വർഗത്തിൽ പോകാൻ എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തുണ്ട്?
ജീവിതത്തിൽ നിസ്കരിച്ച ഒരു വക്കത്തെങ്കിലും അള്ളാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ കൈമലർത്താനേ നമുക്കറിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പ വഴി മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിൻ്റെ പ്രവാചകന് ജീവനായിരുന്നു. നമ്മളെ പോലെയല്ല, നമ്മളെ പോലെ കപട സ്നേഹമല്ല. റബീഉൽ അവ്വൽ മാസം മാത്രം കടന്നു വരുമ്പോഴുള്ള സ്നേഹമല്ല. സ്നേഹമെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. അല്ലാഹുവിൻ്റെ പ്രവാചകനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകനും അങ്ങനെ തന്നെയാണ്. സ്നേഹിച്ചാൽ തിരിച്ചു കൊടുക്കുമല്ലോ. അല്ലാഹുവിൻ്റെ പ്രവാചകനും ആ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാ. ആ ചെറുപ്പക്കാരൻ്റെ സ്നേഹം കണ്ടപ്പോ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാണ്. മുത്തുനബിയുടെ കണ്ണ് പോലും നിറഞ്ഞുപോയി. ഒരിക്കൽ ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പെട്ടെന്ന് ചോദിക്കുന്നു. ആ സ്വഹാബിയോട് ചോദിച്ചു, സ്വഹാബി റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, ആ സഹാബിയോട് ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകന് സ്നേഹം കൂടിയപ്പോ അവിടെന്ന് ചോദിക്കുകയാ, നിനക്കെന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഇന്ന് നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ആ ചെറുപ്പക്കാരന് അല്ലാഹുവിൻ്റെ പ്രവാചകനോട് വലിയ സ്നേഹം. മുത്തുനബിക്കും തിരിച്ചങ്ങനെ തന്നെ. ഈ സ്നേഹം കണ്ടപ്പോൾ ഒരിക്കൽ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്കെന്ത് വേണം? അതെല്ലാവർക്കും കിട്ടുന്നൊരവസരമല്ല. ചിലപ്പോൾ ഉസ്താദന്മാർ, ചിലപ്പോൾ വാപ്പ, ചില ഉമ്മ മക്കളുടെ സ്നേഹം കൊടുമ്പോൾ എന്ത് വേണം ചോദിക്കും. മുത്തുനബിയും ചോദിച്ചു, നിനക്കെന്ത് വേണം? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. എനിക്കൊന്നേ ഒന്ന് മതി, എനിക്കൊരേ ഒരു കാര്യം മതി. നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം, കൂട്ടുകാരനാകണം. സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം. വല്ലാത്തൊരു ചോദ്യമായി പോയി. മുത്തുനബി ചോദിച്ചു, അവു ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കുക. ഈ ദുനിയാവിലെ വല്ലതും വേണമെങ്കിൽ ചോദിക്കുക. സ്വർഗമല്ല, വേറെ എന്തെങ്കിലും വേണോ? പണം വേണോ? അധികാരം വേണോ? കൊട്ടാരം വേണോ? എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട നബിയെ, എനിക്ക് സ്വർഗം മതി. സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം, എനിക്ക് വേറെ ഒന്നും വേണ്ട. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കു പറഞ്ഞാൽ പാലിക്കണമല്ലോ. മുത്തുനബി പറഞ്ഞു, ഞാൻ തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? കൈവൊക്കിയല്ലോ എല്ലാവരും കൈവൊക്കിയല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ തരാം. എൻ്റെ കൂട്ടുകാരനാക്കിയിട്ട് കൊണ്ടുപോകാം, എൻ്റെ ചങ്ങാതിയായി നാളെ സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ നടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 നന്മകൾ പറഞ്ഞു. 5 നല്ല കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ പറയുന്ന 5 നല്ല കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ നാളെ മുത്തുനബിയുടെ കയ്യെ പിടിച്ച് സ്വർഗത്തിലൂടെ നടക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്തുനബിയെ ഒന്ന് സ്വപ്നം കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹണ്ട മുത്തുനബിയെ ഒന്ന് മരിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ കൊതിയുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പൊക്കാത്ത ആളെ ഞാൻ നോക്കട്ടെ. എല്ലാവരും ഉണ്ടോ? അൽഹംദുലില്ലാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് മുതൽ തുടങ്ങിക്കോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. മദീനത്ത് പച്ചക്കുബ്ബയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ നിൻ്റെ ചെറിയ കൂരയ്ക്കകത്ത് കാണാൻ ഇങ്ങോട്ട് വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരായത്ത് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഓതുവോ? പോരാ, ഓതുവോ? ഉറക്കപ്പുറ ഓതുവോ? അള്ളാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അപ്പോൾ ആ ആയത്ത് കേൾക്കണമെങ്കിൽ ഒരു 11:30 വരെ ഇവിടെ ഇരിക്കണം. അത്രയേ ഉള്ളൂ. എത്ര മണി വരെ ഇരിക്കണം? ഒരു 11:30 വരെ ഇരിക്കണം. ക്ഷമയുണ്ടോ എന്ന് നോക്കട്ടെ. പെട്ടെന്നൊന്നും നടക്കണ കാര്യമല്ലല്ലോ, ക്ഷമയാണല്ലോ വേണ്ടത്. ഏതൊരു കാര്യത്തിനും ക്ഷമയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ക്ഷമിക്ക്, സഹിക്ക്, സമാധാനത്തോടു കൂടി കാണാം. റോഡിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ കയറിയിരിക്കാൻ പറ്റുമെങ്കിൽ കയറിയിരിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിലെ എൻ്റെ കൂട്ടുകാരാരാ? അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ നാളെ സ്വർഗത്തിൽ കൂട്ടുകാരായി നടക്കാൻ ഭാഗ്യം കിട്ടുന്നവരാരാ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയോട് അള്ളാഹുവിൻ്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഞാൻ തരാം സ്വർഗം, വേണ്ടവർക്ക് ഞാൻ തരാം, നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ ഞാൻ കൊണ്ടു നടക്കാ. അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, അവിടുന്ന് മുത്തുനബി ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തു. എന്തേ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം? ഫഅനി അലാ നഫ്സിക ബികസുറത്തി സുജൂദ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? സ്വഹാബാ, നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണേ. സ്വഹാബാ, സുജൂദുകൾ ആരാണോ അധികരിപ്പിക്കുന്നത്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ആരാണോ 5 വഖത്ത് നിസ്കരിക്കുന്നത് അവര് നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 വഖത്ത് ആരൊക്കെ നിസ്കരിക്കുന്നവരുണ്ടോ അവര് നാളെ എൻ്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിസ്കരിക്കാത്തത് ഒരു വലിയ പാപമായി പുതിയ തലമുറ കാണുന്നില്ല. അത് പാപമാണെന്ന് കള്ളുകുടിയും പെണ്ണുപിടിയും പലിശ തീറ്റി ഇതൊക്കെ പാപം. നിസ്കരിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല തന്നെ. എന്തിനാ വെള്ളിയാഴ്ച പോയാൽ പോരെ? ജുമായ്ക്ക് മാത്രം പള്ളിയിൽ പോയാൽ പോരെ? എന്തിനാണ് രാവിലെ 4 മണിക്കും ഒക്കെ പോകുന്നത്? വല്ലപ്പോഴും സമയമുള്ളപ്പോൾ 1-2 വഖത്ത് മഗ്രിബ് ഇശായോ വല്ല സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി. ഈ പ്രായമുള്ളവർക്കും ഉസ്താദന്മാർക്കും പറഞ്ഞിട്ടുള്ളതല്ലേ ഇതൊക്കെ. നമുക്കിപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കേണ്ടവർ യുവത്വം അല്ലേ, അത് പൊളിക്കാനുള്ളത് ഇങ്ങനെ നടക്കുക. ഇപ്പം വേണമെങ്കിൽ ചോദിക്കുക, എന്തേ ഉസ്താദെ പള്ളിയിൽ പോയാലും എവിടെ പോയാലും നിസ്കാരം. ഉസ്താദന്മാർക്ക് വേറെ വിഷയമൊന്നുമില്ലേ? എന്ന് നോക്കിയാലും നിസ്കാരം, ഇതല്ലാതെ വേറെ ഒന്നുമില്ലേ? പിന്നെ എന്തിനെ കുറിച്ച് പറയണം സഹോദര? പിന്നെ നിസ്കാരമല്ലാതെ എന്തേ പറയണ്ടേ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോൾ മുത്തുനബിയുടെ ചുണ്ടനങ്ങി. അള്ളാഹുവെ ചെവി കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അള്ളാൻ്റെ റസൂല് കള്ളു കുടിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, പലിശ തിന്നരുതെന്നല്ല പറഞ്ഞത്, ഹജ്ജിന് പോകാനല്ല പറഞ്ഞത്, ഉംറയ്ക്ക് പോകാനല്ല പറഞ്ഞത്, പള്ളി കെട്ടി കൊടുക്കാനല്ല പറഞ്ഞത്, സലാത്ത് പറയാനല്ല പറഞ്ഞത്, സദഖ കൊടുക്കാനല്ല പറഞ്ഞത്. മുത്തുനബി പറഞ്ഞ എന്തെന്നറിയുവോ? സഹാബ, ഉമ്മത്തി, നിസ്കാരത്തിൻ്റെ കാര്യം മറക്കരുത് കേട്ടാ. ആ മരിക്കുന്ന സമയത്ത് പോലും, റൂഹ് പിടിക്കുന്ന സമയത്ത് പോലും മുത്തുനബി എന്നെയും നിങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞത് നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്, ഉപേക്ഷിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ മരണത്തിൻ്റെ വേളയിൽ പോലും ഇത് പറയണമെങ്കിൽ ആ നിസ്കാരത്തിന് എന്തോ മഹത്വമില്ലേ? അതില്ലെങ്കിൽ മുത്തുനബി അത് പറയുമായിരുന്നോ? ആ മരണത്തിൻ്റെ വേളയിൽ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും മഹത്വമുള്ള വേറെ എന്തേ പറയണ്ടേ?
നമുക്കത് നിസ്സാരം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുത്തി നബിയുടെ ചാരത്തായി ഈ സഹാബി കിടക്കുന്നേ. ഇന്നും മദീനത്ത് ചെന്നാൽ കാണാം രണ്ടുപേര് വലത്തും ഇടത്തും കിടക്കുന്നുണ്ട്. അവിടെ കിടക്കുന്ന ഈ സഹാബി പറയുകയാ, കാരണമില്ലാതെ ഒരു വഖത്ത് നിസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഖള ആക്കിയാൽ അവൻ ഇസ്ലാമിന് പുറത്തായി പോകും, കാഫിറായി പോകുമെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഒരു വഖത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ മുടക്കിക്കഴിഞ്ഞാൽ അവൻ കാഫിറായി പോകുമെന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര മുസ്ലിമീങ്ങൾ കാണും? മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കണ എത്ര പേര് കാണും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു, കാരണം എന്താ? കാരണം നിസ്കാരം മുടക്കാൻ പറ്റുന്ന കാരണം എന്താ? നമ്മുടെ താത്താമാര് വിചാരിച്ചിരിക്കുന്നത്, സിറാജ് ഉസ്താദെ, മീൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ, അടുക്കളയിൽ കയറി ശരീരം വിയർത്താൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ, കിളയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ. ഇതൊക്കെ ആരാ പറഞ്ഞെന്നേ? ഇതൊക്കെ ആരാ പറഞ്ഞേ? കാരണമെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മളിൽ പലരുടെയും വീടിൻ്റെ അകത്ത് രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കുമാറാകട്ടെ. ഈ രോഗം പിടിച്ചിട്ട് ചിലപ്പോൾ നിന്റെ വാപ്പായ്ക്ക് എഴുന്നേക്കാൻ പറ്റൂല, ഒരാളുടെ സഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ പറ്റൂല. ഇങ്ങനെ കിടക്കണ ഈ വാപ്പായ്ക്കും ഉമ്മായിക്കും നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ലേ? നിസ്കാരം നിർബന്ധമുണ്ടോ? നമ്മുടെ കാര്യം പോകട്ടെ, ഈ രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് എന്ത്? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം. ഫിഖഹിൻ്റെ പണ്ഡിതന്മാർ പറയുന്നു, കടന്നു നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലുകൾ അനക്കിയിട്ട് നിസ്കരിക്കണം. അതിനു പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ ചിന്തിച്ച് നിസ്കരിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.